സ്നേഹമുള്ളവരെ, മത്തായി ചേട്ടൻ ചെറുപ്പം മുതലേ ഒരുപാട് പാവങ്ങൾ ചെയ്യുമായിരുന്നു. 10 പ്രമാണങ്ങളിൽ മിക്കതും അയാൾ ലംഘിക്കുമായിരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യം പാവം ചെയ്യുമ്പോൾ മത്തായി ചേട്ടൻ തന്നോട് തന്നെ ഇങ്ങനെ പറയും, മനുഷ്യനല്ലേ, മാലാഖയൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്യുന്നതൊന്നുമല്ല, ബലഹീനത കൊണ്ട് ചെയ്തു പോകുന്നതാണ്. ഇങ്ങനെ തൻ്റെ പാവത്തെ ന്യായീകരിച്ച് കുമ്പസാരിക്കാതെ മത്തായി ചേട്ടൻ ജീവിക്കുന്ന ഒരു വേള പെട്ടെന്ന് സൈലൻ്റ് അറ്റാക്ക് വന്ന് മത്തായി ചേട്ടൻ മരിച്ചുപോയി. മത്തായി ചേട്ടൻ്റെ ആത്മാവ് തനത് വിധിക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ഈശോ ജീവൻ്റെ പുസ്തകം തുറന്നു വെച്ചിട്ട് മത്തായിയോട് ചോദിച്ചു, മത്തായി, ഒരുപാട് പാവങ്ങൾ ചെയ്തല്ലോ, 11ാമതൊരു പ്രമാണം ഇല്ലാതായിപ്പോയി, ഇല്ലെങ്കിൽ നീ അത് ലംഘിച്ചേരെ, എല്ലാ പ്രമാണവും ലംഘിച്ച് ജീവിച്ചു, എന്താണിത്? മത്തായി ചേട്ടന് കോസിലും ഇല്ലാതെ തൻ്റെ പതിവ് പല്ലവി അങ്ങ് പറഞ്ഞു, എന്താണ്? ഈശോയെ, ഞാൻ മനുഷ്യനല്ലേ, മാലാഖ്യമൊന്നല്ലല്ലോ, മനഃപൂർവ്വം ചെയ്തതല്ല, എൻ്റെ ബലഹീനത കൊണ്ട് ചെയ്തു പോയതാണ്. പെട്ടെന്ന് ഈശോ മറുപടി പറഞ്ഞു, മത്തായിയെ, നീ ബലഹീനനാണെന്ന് മറ്റാരേക്കാൾ എനിക്കറിയാം, അതുകൊണ്ട് നിൻ്റെ ബലഹീനതയിൽ നിന്നെ ശക്തിപ്പെടുത്താനാണ് എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിനക്ക് നൽകിയത്. എന്നിട്ട് നീ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. കുടുംബ പ്രാർത്ഥനയെ പങ്കെടുത്തിട്ടില്ല മത്തായി ചേട്ടൻ, പിന്നെയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. മത്തായി ചേട്ടൻ ഒരു ചമ്മലുമില്ല. മത്തായി ചേട്ടൻ കാറ്റക്കിസം പഠിച്ചപ്പം കേട്ട കഥകളും അച്ഛന്മാരുടെ പള്ളി പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങളൊക്കെ മനസ്സിലുണ്ട്. ഈശോയോട് തർക്കിക്കാൻ തുടങ്ങി. മത്തായി ചേട്ടൻ പറഞ്ഞു, ഈശോയെ, നിൻ്റെ അരുമ ശിഷ്യനായ പത്രോസ് നിന്നെ തള്ളി പറഞ്ഞില്ലേ, 3 പ്രാവശ്യം നിന്നെ തള്ളി പറഞ്ഞില്ലേ, എന്നിട്ട് നീ പത്രോസിനോട് ക്ഷമിച്ചില്ലേ? അപ്പം ഈശോ പറഞ്ഞു, ക്ഷമിച്ചു. ഈശോ ഈ അഗസ്റ്റിൻ ആരാണ്? മത്തായി ചേട്ടൻ ആവേശം കൂടി. മത്തായി ചേട്ടൻ പറയാണ്, ഈശോ ഈ അഗസ്റ്റിൻ ജഡിക പാവങ്ങൾ ചെയ്തു, മദ്യപാനം, എല്ലാ മോശമായ പരിപാടികളുണ്ടായിരുന്നു, എന്നിട്ട് ഈ അഗസ്റ്റിനോട് നീ ക്ഷമിച്ചോ? അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ ക്ഷമിച്ചു. എന്നപ്പം നീ മത്തായിയോട് ക്ഷമിച്ചുകൂടെ? ന്യായമായ ചോദ്യമാണ് മത്തായി ചേട്ടൻ ചോദിച്ചത്. ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസിനെയും ഒരുപാട് ജഡിക പാവങ്ങളിലും മദ്യപാനത്തിലും അതുപോലെ കലഹത്തിലും അസൂയയിലൊക്കെ ജീവിച്ച അഗസ്റ്റിനോട് ഈശോ ക്ഷമിച്ചു. മത്തായിയോട് ക്ഷമിക്കേണ്ടതല്ലേ? ഈശോ എന്താ പറഞ്ഞെന്നറിയോ? ശരിയാ മത്തായി, നീ പറഞ്ഞത് ശരിയാ. പത്രോസ് എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. അഗസ്റ്റിന് ഒരുപാട് പാപങ്ങൾ, ബലഹീനതകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ പാപത്തെയോർത്ത് അനുതപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു. എന്നാൽ നീ എന്താ ചെയ്തത്? നിൻ്റെ പാപത്തെ ന്യായീകരിച്ചു ജീവിച്ചു. നിനക്കിനി മാനസാന്തരത്തിന് അവസരമില്ല, നരകമാണ് നിൻ്റെ വിധി. പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥയാണ്. ഇത് നമുക്ക് തരുന്നൊരു വലിയ പാഠമുണ്ട്. എന്താണെന്നറിയാവോ? ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത ഒരു പാപമാണ് പാപത്തെ ന്യായീകരിക്കുക എന്നത്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 8-9 വാക്യം ഇങ്ങനെയാണ്: നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്നും വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ, എളിമയോടുകൂടെ പാപങ്ങൾ അംഗീകരിക്കാനും ഏറ്റുപറയാനുള്ള കൃപ എനിക്ക് നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.